ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടി. സദ്യയുടെ ഒപ്പം എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചടിയാണ്. അതിനായി 2 ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചെറിയ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത് കൂടി ഇട്ടിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ വെള്ളമൊന്നും ഒഴിക്കരുത്, കുറച്ചേ വെള്ളം ഒഴിക്കാവൂ. അപ്പോൾ വെള്ളമെല്ലാം വറ്റി ബീട്രൂട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഈസിയാക്കിയിട്ടെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ചെറുതായി നുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ ഒരു അരപ്പ് കൂടി അതിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം ബീട്രൂട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് വറവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ഫാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇടുക. 4 വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടെല്ലാം മാറിയതിന് ശേഷം ഒരു 1/4 കപ്പ് തൈര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ബീട്രൂട്ട് പച്ചടി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.